ഹല്ലേലൂയ. യേശുവേ നന്ദി. അബ്രാഹത്തിന്റെ സന്തതികളായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്ക് സുഖാണോ? കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്നു. കൃപയുടെ സമൂഹത്തിന്റെ ഈ കൃപയുടെ വിരുന്നിന്റെ ഈ തിരുമണിക്കൂറിൽ കർത്താവിന്റെ വലിയ മഹത്വം നമ്മളായിരിക്കുന്ന വിവിധ സ്ഥലങ്ങളില് അപരിമേയമായ അവന്റെ ശക്തി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഓരോ സമയങ്ങളിലും വ്യാപരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗലാത്യക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ വാക്യത്തില് ഇപ്പം ദൈവപുത്രന്മാരും പുത്രിമാരും ഒക്കെ ഇന്ന് മീറ്റിങ്ങിലുണ്ടല്ലേ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താ അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈശോ എന്നെ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് നമുക്കറിയാം, ആദ്യം ആദാമിനെ സൃഷ്ടിച്ചു അല്ലെ. ആദത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഹവ്വായിനെ പുറത്തെടുത്തത്. അപ്പൊ ആദമിനെ സൃഷ്ടിച്ച സമയത്ത് ദൈവം അവനിലൊരു ഫുൾനെസ് കണ്ടു. ആ ഒരു ഫുൾനെസ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആദത്തെ സൃഷ്ടിച്ച് തൻ്റെ ആ ഒരു ഇംപ്രിന്റ്, ആ സിഗ്നേച്ചർ ആദത്തിന് മുകളിലോട്ടിട്ടു. എന്നിട്ട് തൻ്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലേക്ക് നിശ്വസിച്ചു. അങ്ങനെ അവന്റെ ഒരു യഥാർത്ഥ രൂപമുണ്ട്, ആദത്തിന്റെ ആ റിയൽ ഇമേജ്. ഇന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവപിതാവ് നമ്മളെ ആ റിയൽ ഇമേജിലേക്ക് തിരികെ മടക്കി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അപ്പൊ ആ ദൈവപുത്രന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ കാണണം, നമ്മളെ ദൈവം നമ്മുടെ റിയൽ ഐഡന്റിറ്റിയിലേക്ക് തിരികെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കണം. അതായത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം വാഴുന്നവൻ അല്ലെ, ഏത് സാഹചര്യത്തെയും സകലത്തിനെയും വാഴുന്നവൻ. അവന്റെ ആ ഛായ, അവന്റെ ആ സാദൃശ്യം ഏത് സാഹചര്യത്തെയും റെയിൻ ചെയ്യുവാൻ, വാഴുവാനുള്ള ആ ഒരു അധികാരത്തിന്റെ അഭിഷേകമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ മേൽ പകർന്നു നൽകിയത്. ഇന്ന് യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരിലും വ്യാപരിക്കുന്നതും ദൈവത്തിന്റെ ഈ വാഴ്ചയുടെ അഭിഷേകമാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ആ റിയൽ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കുമുള്ള ആ റിയൽ ഐഡന്റിറ്റി, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി കാണും, 30 വർഷമായി കാണും, 50 വർഷമായി കാണും, 70 വർഷമായി കാണും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരുപാട് ഫിലോസഫികൾ, ഒരുപാട് തിയോളജിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, 100 കൂട്ടം കാര്യങ്ങൾ കേട്ട് നമ്മുടെ മൈൻഡ് കലുഷിതമായി നിൽക്കുമ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള നമ്മളെ നമ്മൾ ഡിസ്കവർ ചെയ്യണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിരൂപമായ ഫുൾനെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പൂർണ്ണത തന്നെ ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. സത്യം പറഞ്ഞ ഈ ഒരു വാക്യത്തിനകത്ത് എന്ത് ആഴമേറിയൊരു മെസ്സേജ് അല്ലെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. നമ്മുടെ ആ ഒരു പൊസിഷൻ, ആ പദവി ഒന്ന് ഓർത്ത് നോക്കുകയും ദൈവത്തിന്റെ മക്കളായി നമ്മൾ മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. എൻ്റെ റിയൽ ഐഡന്റിറ്റിയിലേക്ക്, എൻ്റെ റിയൽ ഇമേജിലേക്ക് എൻ്റെ യേശു എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 3 കാര്യമാണ് നമ്മുടെ ഉറപ്പ്. എന്താ? യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ, അവന്റെ ഏകബലി സമർപ്പണത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട നമ്മളെ അവൻ പരിപൂർണരാക്കിയിരിക്കും. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം 10-12. നമ്മളെ അവൻ പവിത്രീകരിച്ചിരിക്കുന്നു. അത് 1 പത്രോസ് 1:22. അതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിന്റെ ഉത്ഥാനത്തിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട, പരിപൂർണരാക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് ചെറിയൊരു മെസ്സേജ് അല്ല കേട്ടോ ഈ പറയുന്നത്. ഇത് പറയണമെങ്കിൽ കർത്താവ് അനുവദിക്കണം, ഇത് കേൾക്കണമെങ്കിലും കർത്താവ് അനുവദിക്കണം.
യേശുക്രിസ്തു വഴിയുള്ള വിശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ സ്വർഗം അനുവദിക്കണം. അപ്പൊ ഇന്ന് യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഹല്ലേലൂയ. ഇത് നിരവധി തവണ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇന്ന് കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ പൂർണ്ണ സ്വരൂപമായി നിൽക്കുന്ന ആ റിയൽ ഐഡന്റിറ്റിയുടെ ഒരു കത്തൽ നിമിഷം വ്യാപരിക്കട്ടെ. എന്താണ് എൻ്റെ യഥാർത്ഥ രൂപം? എന്താണ് എൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി? ഒരിക്കലും മാറ്റമില്ലാത്ത റിയൽ ഇമേജ്. ഏദൻ തോട്ടത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് കർത്താവിന്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിന്റെ പൂർണ്ണതയിലാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. കുരിശിൽ മൂവാണികളുടെ മേൽ കിടക്കുമ്പോൾ ചങ്ക് വളരുന്ന വേദനയല്ലേ, ആ വേദന സഹിച്ചുകൊണ്ട് അവൻ നമ്മളെ വീണ്ടെടുത്തപ്പോഴും അവന്റെ ഉള്ളിലെ സന്തോഷം ഇതായിരുന്നു. ഹല്ലേലൂയ. സോ വെൻ ഹി സെഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആ ഐഡന്റിറ്റിയിലേക്ക് അവൻ നമ്മളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ദ റിയൽ ഐഡന്റിറ്റിയിലേക്ക് അവൻ നമ്മളെ തിരികെ മടക്കി കൊണ്ടുവന്നു. 27-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ സ്നാനത്തിലൂടെ ധരിച്ചിരിക്കുന്നുവെന്ന് ഗലാത്യ 3:27 പറയുകയാണ്. അതായത് നമ്മുടെ മുകളിൽ ക്രിസ്തുവിന്റെ വലിയൊരു ആവരണം വന്നേക്കുവാണ്. ഒരു യൂണിഫോം പോലെ നമ്മുടെ മുകളിൽ ക്രിസ്തുവിന്റെ ആവരണമുണ്ട്. നമ്മൾ സ്കൂളിൽ പിള്ളേരെ വിടുമ്പോൾ യൂണിഫോം ഇട്ടുണ്ട്, അല്ലെ ജോലിക്ക് പോകുമ്പോൾ യൂണിഫോം ഇല്ലേ, പോലീസുകാർക്ക് യൂണിഫോം ഇല്ലേ, അതുപോലെ ഒരു യൂണിഫോം, ക്രിസ്തുവിന്റെ ഒരു യൂണിഫോം ഇന്ന് നമ്മുടെ മുകളിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ യൂണിഫോം, ക്രിസ്തുവിനെ ധരിച്ചേക്കുക. അപ്പൊ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുമ്പോഴത്തെ സമയത്ത് അല്ലെ, നമ്മുടെ കൈയുടെ മുകളിലോട്ടാണ് ഗ്ലൗസ് ഇടുന്നത് അല്ലെ. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ഒരു ആവരണം നമ്മൾ ഓരോരുത്തരുടെയും ചുറ്റും നമ്മളെ എൻറ്റയർ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇതൊന്ന് ഉറക്കട്ടെ. ഞാൻ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. പിതാവാം ദൈവത്തിന്റെ സ്വന്തം മകനും മകളുവാ. ഏറ്റവും ഡിയറസ്റ്റ് വ്യക്തിയാണ്. ഇന്ന് ഭൂമിയിൽ ദൈവത്തിന് ആക്സസ് ചെയ്യാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന മക്കളോടാ, വേറെ ആരോടും അല്ല. ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായി നാം ഓരോരുത്തരും മാറിയിരിക്കുന്നു. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതായത് ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ, ഒരു പോലീസുകാരൻ കള്ളനെ പിടിക്കാൻ പോവാന്ന് വെച്ചു. കള്ളനെ കണ്ടിട്ട് പോലീസ് ഓടാറുണ്ടോ, അതോ പോലീസിനെ കാണുമ്പോൾ കള്ളനാണോ ഓടാറ്? പോലീസിനെ കാണുമ്പോൾ കള്ളനാണോ ഓടാറ്, അതോ കള്ളനെ കാണുമ്പോൾ പോലീസാണോ ഓടാറ്? ചിലപ്പോൾ ചില പ്രയർ റിക്വസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, കള്ളനെ കണ്ടിട്ട് പോലീസ് ഓടുവാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ, എന്ന് നിങ്ങൾ ഈ റിയൽ ഐഡന്റിറ്റിയെ തിരിച്ചറിയുന്നു, ആ ഐഡന്റിറ്റിയുടെ കൂടെ നിങ്ങൾ ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ പവർ മനസ്സിലാക്കുന്നു, അന്ന് കള്ളൻ ഓടാൻ തുടങ്ങും. ഇന്ന് വീട്ടില് അസ്വസ്ഥതയുണ്ട്, അന്ധകാര അരൂപിയാണ്, ഒരുപാട് അസ്വസ്ഥതയാണെന്ന് പറയുമ്പോൾ അന്ധകാര അരൂപിയെ കണ്ടിട്ട് പേടിക്കുക. അസ്വസ്ഥത കാണുമ്പോഴത്തേക്ക് അതിനെ ഇങ്ങനെ പേടിച്ചു നിൽക്കുക. വാസ്തവത്തിൽ ഒരു പോലീസുകാരൻ ഒരു കള്ളനെ കണ്ട് പേടിക്കുന്ന പോലെ, വേണ്ട, ഒരു ഡി ജി പി ഒരു ചെറിയ കള്ളനെ കണ്ട് പേടിക്കുന്ന പോലെ. അയ്യോ, കള്ളൻ എന്നെ പിടിക്കാൻ വരുന്നേ, കള്ളൻ എന്നെ പുറകിട്ട് ഓടിക്കുവാണേ, എനിക്ക് പേടിയാകുന്നേ, എന്റെ ദൈവമേ, ഈ കള്ളൻ ഭയങ്കരനാണേ, ഭയങ്കര ശക്തനാണേ. നോ, യു ആർ മോർ പവർഫുൾ. കാരണം നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ പവർ അത്. ഈ യൂണിഫോം നിനക്ക് കിട്ടാൻ വേണ്ടിയാണ് യേശു അതിദാരുണമായ പീഡാസനങ്ങളിലൂടെ കടന്നുപോയത്. വെറുതെ അല്ല യൂണിഫോം കിട്ടിയത് കേട്ടോ, ചുമ്മാ കൊണ്ടൊന്ന് ഇടിപ്പിച്ചതല്ല. ഈശോയ്ക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു. യേശു വലിയൊരു വില കൊടുത്ത് നേടിയെടുത്തൊരു യൂണിഫോമാണ്. ആ യൂണിഫോമാണ് നിന്നെ ഇടിപ്പിച്ചേക്കുന്നത്. അപ്പൊ നീ ഇട്ട യൂണിഫോമിനകത്ത് ഈ യൂണിഫോം കാണുമ്പോഴത്തേക്കും
എന്തെങ്കിലും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം വാഴ്ചകളെയും അധികാരങ്ങളെയും കുരിശിൽ യേശു നിരായുധമാക്കി. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും കുരിശിൽ യേശു നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. കൊളോസ്യർ 2:14-15. അപ്പൊ വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ യേശുവിനെ ധരിച്ചുകൊണ്ട് അവന്റെ യൂണിഫോം ഇട്ടോണ്ടാണ് വീട്ടോട്ട് കയറുന്നത്. ആ യൂണിഫോം ഇട്ട് നിങ്ങളെ കാണുമ്പോഴത്തേക്കും വാസ്തവത്തിൽ എല്ലാവരും അവിടെ അങ്ങ് സാഷ്ടാംഗം വീഴുക. എല്ലാ വാഴ്ചകളും അധികാരങ്ങളും സകല ആധിപത്യങ്ങളും. കാരണം നിങ്ങളുടെ മേൽ നിൽക്കുന്ന പവർ കുരിശിൽ സകലതിനെയും ആയുധവർഗം വെപ്പിച്ച വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ ക്രിസ്തുവിന്റെ ശക്തി നിന്റെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യൂണിഫോമിന്റെ പവർ ഭയങ്കര പവറാ. ഇപ്പൊ നിങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായി കഴിഞ്ഞാൽ, ആ അസ്വസ്ഥത ഉണ്ടാകുന്ന സാഹചര്യം എന്താണോ, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തൊക്കെ അസ്വസ്ഥതകളാണോ, അതിന്റെ അവസാനം, കാരണം കുരിശിൽ അതിന്റെ മേൽ വിജയം യേശു നേടിയെടുത്തു. അതിന്റെ ശക്തി അവിടെ വ്യാപരിക്കും. ഹല്ലേലൂയ. എന്റെ സഹോദര, ഞങ്ങൾ വീട് വെച്ച സ്ഥലത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒരു രക്ഷയില്ല. അവിടെ വർഷങ്ങളായിട്ട് പലരും വീട് വെച്ചിട്ട് അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. അവിടെ ആരും താമസിക്കുന്നില്ല. അവിടെ എന്തോ ഒരു സംഭവം 500 വർഷമായിട്ട് നിൽക്കുന്നുണ്ടെന്നാ പറയുന്നത്. ആ 500 വർഷമായിട്ട് നിൽക്കുന്ന സ്ഥാനത്തിന്റെ അവസാനമാണ്. കാരണം നീ അവിടെ കയറി. ഹല്ലേലൂയ. അതിന് നീ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നീ ഇട്ട യൂണിഫോം, ആ യൂണിഫോമിന്റെ പവർ തിരിച്ചറിഞ്ഞ് ആ വീട്ടിൽ കയറിയിട്ടുണ്ടോ? ഇന്ന് നിന്റെ വീടിനകത്ത് വ്യാപരിക്കുന്നത് കുരിശിലെ യേശുവിന്റെ പരിഹാര ബലിയുടെ സകലതും പൂർത്തീകരിച്ചവന്റെ ശക്തിയുടെ അഭിഷേകമാണ് നിന്റെ വീടിനകത്തോട്ട് വ്യാപരിച്ചിറങ്ങുന്നത്. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് തുറക്കപ്പെടട്ടെ. ഗലാത്യ 3:27 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇരുട്ടുള്ള മുറിക്കകത്ത് പ്രകാശം വരുന്നത് പോലെ. ഈശോ നമ്മളെ നോക്കി എന്നാ പറഞ്ഞു? മത്തായിയുടെ സുവിശേഷം 5-ൽ, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഹല്ലേലൂയ. ഇരുട്ടുള്ളിടത്ത് പ്രകാശം പരത്തുവാൻ സ്വർഗം തെരഞ്ഞെടുത്ത വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തർ. ഹല്ലേലൂയ. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാ പറഞ്ഞു. യു ആർ എ ടോർച്ച് എന്നോ യു ആർ എ ട്യൂബ് ലൈറ്റ് എന്നല്ല പറഞ്ഞു. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. വെൻ യു അറൈവ്സ് ദ ഡാർക്ക്നെസ് ഹാസ് ടു ലീവ്. നിന്റെ ജോലി സ്ഥലത്ത് നീ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രശ്നമുണ്ടോ? വെൻ യു എൻ്റർ ഇൻ ടു ദ ടെറിട്ടറി ദർ വിൽ ബി എ ഡിഫറൻസ്. ബിക്കോസ് നിനക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചവന്റെ ശക്തി നിന്റെ ഉള്ളിൽ വസിക്കുന്നു. അല്ലല്ലോ, ഇതൊന്നും നേടിയെടുത്തതല്ല കേട്ടോ. അത് എഫെസോസിലെ 2-ാം അധ്യായത്തിൽ പറയുന്നു. ഇതൊന്നും നമ്മൾ നേടിയെടുത്തതോ നമ്മുടെ ശ്രമഫലമോ അല്ല. ഇത് മുഴുവൻ നമ്മളിൽ വ്യാപരിക്കുവാൻ കാരണം നമുക്ക് വേണ്ടി യേശു കുരിശിൽ സകലതും ചെയ്ത് കഴിഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവിനകത്ത് നമ്മൾ മുൻപോട്ട് പോകണം തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വിവിധ സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഈ ദൈവത്തിന്റെ ദൈവം നമ്മളെ ഏത് ഹയർ പൊസിഷനിലാണോ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അടർന്നു പോകാൻ തുടങ്ങുന്ന നിമിഷം അതിനെതിരെ ഉയരുന്ന ആ വാദമുഖങ്ങളെ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2 കൊറിന്തോസ് 10-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് പോകേണ്ടത് തിരികെ മടങ്ങി തരാം. 2 കൊറിന്തോസ് 10 ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. 2 കൊറിന്തോസ് 10:5 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെ, ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യും. എല്ലാവരും ബൈബിൾ എടുത്ത് ആ ഭാഗം ഒന്ന് വായിക്കണേ. 2 കൊറിന്തോസ് 10:5. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യും. അപ്പൊ പലതരത്തിലുള്ള ചിന്താഗതികൾ അവിടുന്ന് ഇവിടുന്ന് പൊങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത് ഇങ്ങനെയായിരിക്കും കേട്ടോ, അത് അതുകൊണ്ടായിരിക്കും കേട്ടോ, അതായിരിക്കും കേട്ടോ കാരണം. അപ്പൊ നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവം, നമ്മളിങ്ങനെ കൂട്ടി വായിക്കും. നമ്മുടെ പഴയ കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടി വായിക്കും.
പക്ഷെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ റാങ്ക് ഹയർ ആയി പോയി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ഒരു DGP യൂണിഫോം ഇട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ പവറുണ്ട്, വലിയ ഒരു സൈന്യം തന്നെ കൂടെയുണ്ട്. DGP ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ സ്വർഗം നിന്നെ ഒരു ഹയർ പൊസിഷനിൽ ആക്കി വെച്ചിരിക്കുക. നീ പറയുമ്പോൾ, നീ കൽപ്പിക്കുമ്പോൾ, കമാൻഡ് ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏഞ്ചൽസിനെ, കാവൽ മാലാഖമാരെ, ഗാർഡിയൻ ഏഞ്ചൽസിനെ കർത്താവ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വേണ്ടി അത് കർത്താവ് തന്നിട്ടുണ്ട്. ദേ ആർ ദ മിനിസ്ട്രിങ് ഫോഴ്സസ്. അവർ നമ്മളെ ശുശ്രൂഷ ചെയ്യുന്നതിനും നമുക്ക് സഹായം ചെയ്യുന്നതിനും നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നതിനുമായിട്ട് സ്വർഗം വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഒരു വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിലോട്ട് തിരികെ നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം ഇപ്പൊ എവിടെയാണോ അവിടെ കർത്താവിന്റെ ദൂതന്റെ വലിയ ഒരു വലയം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് അൺസീൻ ആയിട്ടുള്ള ആ ആന്തരിക നേത്രങ്ങളിലൂടെ അതൊന്ന് കാണണം, ഒന്ന് കണ്ടേ. നിങ്ങളുടെ ചുറ്റും ഉണ്ടെന്നേ, അൺസീൻ ആയിട്ട് അത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് കർത്താവിന്റെ മാലാഖ, കർത്താവിന്റെ കാവൽ മാലാഖമാർ. അപ്പൊ ഈ ഒരു തിരിച്ചറിവിൽ ദൈവത്തെക്കുറിച്ചുള്ള ആ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലൂടെ എനിക്ക് എന്താണ് ലഭിച്ചു കഴിഞ്ഞത് എന്നുള്ള വലിയ തിരിച്ചറിവിൽ ഓരോ ദിവസവും വളർന്നു വരണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യും. അപ്പൊ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കാനുള്ള അഭിഷേകം സ്വർഗം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കാനുള്ള അഭിഷേകം. ആമേൻ. ശുശ്രൂഷ മേഖലയിലാണോ, കുടുംബജീവിതത്തിലാണോ, നമ്മുടെ ഏതൊക്കെ മേഖലകളിലാണോ അസ്വസ്ഥതയായിട്ട്, ബ്ലോക്കായിട്ട്, തടസ്സമായിട്ട്, പ്രതിബന്ധമായിട്ട്, ആ പ്രതിബന്ധങ്ങളെ തകർക്കുന്ന ഒരു വലിയ ശക്തി ക്രിസ്തുവിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു തോട്ട് നമ്മുടെ മൈൻഡില് നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ ആണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുക. അപ്പൊ ഗലാത്യ 3:26 മുതൽ നമ്മൾ വീണ്ടും തിരികെ മടങ്ങി വരാം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 28 യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. എന്താണ് 28 നമ്മൾ കാണുന്നത്? യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. വിച്ച് മീൻസ് യുവർ ബാക്ക്ഗ്രൗണ്ട് ഡസന്റ് മാറ്റർ. നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ചിലപ്പം പറയും, അയ്യോ ഞാനൊരു പാവ സ്ത്രീയാണ്, ഞാനൊരു വീട്ടു ജോലിക്കാരിയാണ്, എനിക്ക് ഒത്തിരിയും കുറവുണ്ട്, എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്. പക്ഷെ വചനത്തിൽ പറയുന്നു, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തുവായിക്കോട്ടെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡസന്റ് മാറ്റർ. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീ എന്നോ വ്യത്യാസമില്ല, നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ. എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. എല്ലാവരെയും നമ്മുടെ റിയൽ ഇമേജിലേക്ക് സ്വർഗം കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. കർത്താവ് തന്റെ മരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ റിയൽ ഇമേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആ റിയൽ ഇമേജിലുള്ള ദൈവാനുരൂപനായ അപൂർണത നിറഞ്ഞ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ വസിക്കുക. അപ്പൊ ഇന്ന് ആന്റോ ബ്രദർ അല്ലെങ്കിൽ രാജൻ ബ്രദറിലേക്ക് നോക്കുമ്പോൾ ബാഹ്യ മനുഷ്യന് കുറവ് കാണുക. പക്ഷെ എന്നാൽ ആന്തരികനായ ഉള്ളിലിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ ഉള്ളിലിരിക്കുന്ന മനുഷ്യൻ പൂർണ്ണതനായവനാണ്, കംപ്ലീറ്റ്നെസ് ആണ്, ഫുൾനെസ് ആണ്, ഒരു ഇറ്റേണൽ ബീയിങ് ആണ്. ആ ഉള്ളിലിരിക്കുന്ന കർത്താവിന്റെ പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യൻ വചനം കേൾക്കുന്ന സമയത്ത് കത്തി ജ്വലിക്കുകയാണ്. ഈ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബാഹ്യ ശരീരത്തിലേക്ക് അത് വെളിപ്പെടും, സൗഖ്യങ്ങളായിട്ട്.
ഹല്ലേലൂയ. നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അകത്തെ മനുഷ്യനിൽ വലിയൊരു തീ സ്വർഗം അയക്കുന്നുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു വീട്ടുജോലിക്കാരിയാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ്. കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് ആ ഫുൾനെസ്സിലേക്കാണ് അവൻ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. The fullness of God dwells inside of us. ദൈവത്തിന്റെ ആ പൂർണ്ണത നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. വ്യത്യാസങ്ങളെല്ലാം മാറിയിരിക്കുന്നു. വ്യത്യാസമില്ല. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തുമാത്രമാണ്? ഈശോയുടെ സ്നേഹത്തെ നമ്മൾ ഓരോ ദിവസവും ധ്യാനിക്കും തോറും നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും. നമ്മുടെ അകമേയുള്ള മനുഷ്യൻ പുറത്തോട്ട് വരാൻ തുടങ്ങും. നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നമ്മുടെ ഈ ലോകത്തിന്റെ അറിവ് കൊണ്ട് ജീർണിച്ചിരിക്കുന്ന പുറമേ മനുഷ്യനെ കീഴ്പ്പെടുത്തും. കാരണം ഈ പുറമേ മനുഷ്യൻ, നമ്മളുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി സംസ്കരിക്കപ്പെട്ടതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മളുടെ ഈ ബാഹ്യ മനുഷ്യന്റെ ചിന്താഗതികളും നമ്മൾ ഈ ലോകത്ത് നിന്ന് കേട്ട പല അറിവുകളും വാദമുഖങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് അതിനെ വലിച്ചു ദൂരെ എറിയുവൻ എന്നാണ് പൗലോസ്ലീഹ എഫെസോസുകാർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ പറയും. 4 വാക്യം പെട്ടെന്ന് എടുക്കാമേ. എഫെസോസുകാർക്ക് ലേഖനത്തിന്റെ 4-ാം അധ്യായം. ഹല്ലേലൂയ. എഫെസോസ് 4:22. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞു. പഴയ മനുഷ്യൻ ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പഴയ മനുഷ്യനാണ് ഈ പ്രശ്നക്കാരൻ. അവന്റെ ചിന്താഗതിയാണ് മൊത്തം റോങ്. അവനെല്ലാം റോങ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കുറ്റം എല്ലാം അവൻ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മളോട് തന്നെ പറയോ, നിനക്ക് വലിയ കഴിവൊന്നുമില്ല, യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുക. യൂണിഫോമിന്റെ പവറിനെ കുറിച്ചൊന്നും പറയത്തില്ല. ലോകത്തുനിന്ന് കിട്ടിയ പരിജ്ഞാനത്തെ കുറിച്ച് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫാക്ട് കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഫാക്റ്റിലേക്ക് നോക്കിയിട്ട് ദിസ് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞ്, ഇതാണ് നിന്റെ അവസ്ഥ, ഇനി നീ എങ്ങനെ മുമ്പോട്ട് പോകും. ബട്ട് ദർ ഈസ് എ ഹയർ റിയാലിറ്റി. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയ ഫാക്ട്, ബട്ട് ദർ ഈസ് എ ഹയർ റിയാലിറ്റി. എന്താണ് ആ ഹയർ റിയാലിറ്റി? ക്രിസ്തുവിനെ നീ ധരിച്ചിരിക്കുന്നു. നീ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ മകളാണ്. That's your real identity. And that reality is far higher than the fact. ഈ ഫാക്റ്റുകളെ തകിടം മറിക്കാൻ ശക്തമായ ഒരു വലിയ പവർ നിന്റെ കൂടെ വിളിക്കുന്നു, നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്നു, നിന്റെ കൂടെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എഫെസോസ് 4:22, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. റിന്യൂഡ് ആകട്ടെ. ഈ നമ്മള് ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ പ്രഖ്യാപിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഈ റിന്യൂവലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തെ നമ്മൾ പ്രഖ്യാപിക്കുക. ഇത് പ്രഖ്യാപിക്കുമ്പോൾ കേവലം ഒരു പ്രാർത്ഥന എത്തിക്കുന്ന പോലെയല്ല. ദിസ് ഇസ് ദ ഫാക്ട്, ദിസ് ഇസ് ദ റിയാലിറ്റി. ഈ റിയാലിറ്റിയിലേക്ക് യേശുവിനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ ദരിദ്രനായി തീർന്നതിലൂടെ ഞാൻ സമ്പന്നനായിരിക്കുന്നു. അവന്റെ ക്ഷതങ്ങളിലൂടെ ഞാൻ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. വചനത്തിന്റെ ഫൗണ്ടേഷനിൽ നിന്ന് ആ പ്രാർത്ഥന, അത് കൺഫെഷനാണ്, ഡിക്ലറേഷനാണ്. എൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്ന കാര്യത്തെ എൻ്റെ അകത്തെ മനുഷ്യൻ, വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ, വചനത്തെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ, അകത്തിരിക്കുന്ന മനുഷ്യൻ നാവിലൂടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബാഹ്യ ലോകത്തും നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. That is the power of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. ലോകത്തെ മുഴുവനും വാക്കുകൊണ്ട് സൃഷ്ടിച്ച, വചനം കൊണ്ട് സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ക്രിയേറ്റീവ് മിറക്കിൾസ് അവിടെ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, എൻ്റെ ഈശോ ദരിദ്രനായി തീർന്നതിലൂടെ ഞാൻ സമ്പന്നനായിരിക്കുന്നു. എൻ്റെ യേശു ദരിദ്രനായി തീർന്നതിലൂടെ ഞാൻ സമ്പന്നനായിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ ആരാധന. ആ സമ്പന്നതയുടെ വലിയൊരു അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലും നിറയപ്പെടുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. എഫെസോസുകാരുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നു, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അവരോട് പറയുക, നിങ്ങൾ ധരിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പുതിയ മനുഷ്യന്റെ ഐഡന്റിറ്റിയിൽ നിങ്ങൾ ജീവിക്കുവിൻ.
നമ്മളോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഇതാ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ഐഡന്റിറ്റിയിൽ ജീവിക്കുവിൻ. ഹല്ലേലൂയ. പഴയ ഐഡന്റിറ്റി ക്രിസ്തുവിന്റെ മരണത്തോടു കൂടി ക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ഐഡന്റിറ്റിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിരിക്കാൻ നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. ഒരു വ്യത്യാസവുമില്ല. യഹൂദന് ഒരു മേന്മയില്ല, ഗ്രീക്കുകാരനാണെന്ന് വെച്ച് മേന്മയില്ല, അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ക്രിസ്തുവിന്റെ യേശുവിന്റെ കുടുംബത്തിന്റെ അംഗങ്ങൾ. അവന്റെ രക്തം നമ്മളിലൂടെ ഒഴുകുന്നു. അവന്റെ ശരീരത്തിന്റെ, അവന്റെ ജീവന്റെ സമൃദ്ധി നമ്മളിലൂടെ വ്യാപരിക്കുന്നു. സ്വർഗത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായി നമ്മൾ ഓരോരുത്തരും മാറിയിരിക്കുന്നു. യു ആർ ദ മോസ്റ്റ് വാല്യുബിൾ ട്രഷർ ഓൺ ഹെവൻ. സ്വർഗത്തിന്റെ ജുവൽസ് ആണ്, പേൾസ് ആണ്, ഡയമണ്ട്സ് ആണ്. സ്വർഗം നോക്കുമ്പോൾ ഡയമണ്ട് കിടന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിലൊരു വ്യാപാരം ഉണ്ടായി. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രയർ റിക്വസ്റ്റ് പറയുമ്പോൾ അവരെന്നാ ഓർക്കും. കർത്താവ് നോക്കിയിട്ട് പറയും, യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആളാണ് ഈ ഭാരപ്പെടുന്നത്. യൂസ് യുവർ അതോറിറ്റി, യൂസ് യുവർ പവർ, യൂസ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് അവിടെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 29-ാം വാക്യം, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഗലാത്യ 3:29. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്. ക്രിസ്തുവിനുള്ളവരല്ലേ? ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിന്റെ സ്വന്തമാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വന്തമാണ്. ഈശോയുടെ സ്വന്തമാണ്. പർച്ചേസ്ഡ് പൊസിഷൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. അപ്പൊ ക്രിസ്തുവിന്റെ സ്വന്തമാണ്. സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തമായി മാറി. ഈശോയുടെ സ്വന്തമാണ്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ, ക്രിസ്തുവിൻ്റെതാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. അബ്രാഹത്തിന് ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോമിസസും, ദൈവത്തിന് എന്തൊക്കെ തരാൻ പറ്റുമോ അതെല്ലാം തൻ്റെ അഭിഷേകത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ റിഡീംഡ് ആയിട്ടുള്ള ആ റിയൽ ഐഡന്റിറ്റിയിൽ അതെല്ലാം ദൈവം തന്നു കഴിഞ്ഞിരിക്കും. നമ്മൾ പുതിയൊരു ഫോൺ മേടിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കുന്ന സമയത്ത്, ഇപ്പം ആപ്പിളിൻ്റെ ഒരു പുതിയ ഫോണാണെന്ന് വെച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ഫോൺ നിങ്ങൾ മേടിക്കും. ആ പുതിയ ഫോണിന് ഏറ്റവും എല്ലാ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഉണ്ടല്ലേ. അതുപോലെ തന്നെ ദൈവം വീണ്ടെടുത്തപ്പോൾ, ദൈവം റിഡീംഡ് ചെയ്തപ്പോൾ എല്ലാ ഫീച്ചറോടും കൂടെയാണ്, ഫുൾനെസ്സിലാണ് വീണ്ടെടുത്തത്. അപ്പോൾ അനുഗ്രഹം കുറച്ചല്ല കിട്ടുന്നത്, ഫുൾ ഓഫ് ബ്ലെസ്സിങ്സ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഏബ്രഹാമിക് ബ്ലെസ്സിങ്സിന്റെ പൂർണ്ണത, ആ ബ്ലെസ്സിങ്സിന്റെ വ്യാപ്തി നിങ്ങളിലൂടെ അത് ഈ ഭൂമിയിൽ വെളിപ്പെടണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. സോ ഡ്രീം ഹയർ. ഞാൻ എന്നോട് തന്നെ ഇലക്കി പറയാം, നമ്മൾ ഡ്രീം ഹയർ ആയിട്ട് നമ്മൾ ഡ്രീം ചെയ്യണം. നമ്മൾ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണും. കാരണം കർത്താവിന്റെ ആത്മാവിന് നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും. That's why God has placed us here in this world. ഈശോ നമ്മളെ നോക്കി എന്താ പറയുക, you are the light of the world and salt of the earth. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് വെളിച്ചവുമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിലെ പല എക്സ്പീരിയൻസ് കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ പോലും അറിയാതെ ചിലപ്പം കർത്താവിന്റെ ശക്തിയെ ലിമിറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മൾ തീരുമാനമെടുക്കണം. നമുക്ക് ദൈവം തന്നു കഴിഞ്ഞിരിക്കുന്ന പൊസിഷൻ കണ്ടുകൊണ്ട്, ആ യൂണിഫോമിന്റെ പവറിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ അധികാരത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ there will be creative miracles, there will be signs and wonders. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് തന്നെ അത് സംഭവിക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഏബ്രഹാമിക് ബ്ലെസ്സിങ്സിന്റെ ആ നിറവ് അവകാശികളാന്ന് പറയാം. അവകാശി ഇൻഹെറിറ്റൻസ് ഉണ്ട്. വലിയ ഇൻഹെറിറ്റൻസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അവകാശി എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ ഒരു ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി, ഓക്കെ, ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയുടെ അവകാശം വരുന്നു. അപ്പന്റെ സ്വത്തിന് മക്കൾ അവകാശികളാണ് അല്ലെ.
അപ്പൊ ദൈവത്തിന്റെ അവകാശികളായി, സകലത്തിന്റെയും അവകാശികളായി, സകലത്തിന്റെ മേലും വാഴുവാനായി ദൈവം തൻ്റെ ആത്മാവിന്റെ ശക്തിയെ നൽകിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ റിയൽ ഐഡന്റിറ്റിയിലേക്ക്, നമ്മളെ റിയൽ ആയിട്ടുള്ള അവൻ സൃഷ്ടിച്ചപ്പോൾ എന്താണോ കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നത് ആ സൃഷ്ടിയുടെ ആ ഒരു പൂർണ്ണതയിലേക്ക് അവൻ നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞു. മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യന്റെ ഐഡന്റിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ഓരോ മേഖലകളിലും തമ്പുരാന്റെ വലിയ കർത്താവിന്റെ ഓരോ ദിവസവും വി ക്യാൻ എക്സ്പെക്ട് ഗ്രേറ്റ് ആൻഡ് മൈറ്റി തിങ്സ്. ചിലപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുകയാണ്, ബ്രദറെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം അല്ലെ, കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ ഞാൻ ഈ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, എന്താ ബ്രദർ ഇനി ഞാൻ ചെയ്യേണ്ടത്? ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? എഫെസോസ് ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എഫെസോസ് ലേഖനം 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ യേശുവേ ആരാധന 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 17 മുതലുള്ള വാക്യങ്ങൾ പ്രകാരം എഴുതിയിരിക്കുന്നു. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ഈ എഫെസോസ് 3:18 എപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ചിന്താഭാരങ്ങളും ആകുലതകളിലൂടെ ഒക്കെ മനസ്സിങ്ങനെ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, നമ്മളെ പഴയ മനുഷ്യൻ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ സമയത്ത് നമ്മൾ ധ്യാനിക്കണം. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാൻ, അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. എൻ്റെ ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണ്, അവനെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. എൻ്റെ യോഗ്യതകളോ കഴിവുകളോ കുറവുകളോ ബലഹീനതകളോ ഒന്നും നോക്കാതെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയുടെ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം ഓർത്ത് നോക്കിയ സഹോദരൻ പറയും, കർത്താവിന്റെ സ്നേഹം എത്ര മാത്രമാണ്. നമ്മളെ നമ്മുടെ റിയൽ ഐഡന്റിറ്റിയിലേക്ക്, റിയൽ ഇമേജിലേക്ക് ഏദൻ തോട്ടത്തിൽ അവൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എത്രമാത്രം ആ ഗ്ലോറിയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ തിരികെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ഹി സ്റ്റെപ്പ് ഡൗൺ, ഹി കെയിം ഡൗൺ ടു ദിസ് വേൾഡ്. അതാണ് കൊർദോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ, അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തീർന്നു. ഞാനത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ അവിടെ എഴുതും. എല്ലാം ഉണ്ടായിരുന്നിട്ട് മഹാരാജാവായിരുന്നു എൻ്റെ യേശു, സകലത്തെ മടക്കി വാഴുന്നവൻ, സ്വർഗത്തിന്റെ ഭൂമിയുടെ അധിപതി. അവൻ സമ്പന്നനായിരുന്നിട്ടും അനീഷിനെ പ്രതി ദരിദ്രനായി തീർന്നു. അവന്റെ ദാരിദ്ര്യത്താൽ, യേശുവിന്റെ ദാരിദ്ര്യത്താൽ അനീഷ് സമ്പന്നനാകുന്നതിന് വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ആ സ്നേഹത്തെ അങ്ങ് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആ പുറമെ മനുഷ്യന്റെ ഐ ഫാക്ടറും ഞാനെന്ന ഭാവവും ആ ചിന്താഗതിയും എല്ലാം അങ്ങ് അലിഞ്ഞു തീരുക. നമ്മളിലെ പുറമേയുള്ള മനുഷ്യൻ തീരുമ്പോൾ നമ്മളിലെ അകമയുള്ള മനുഷ്യൻ പുറത്തോട്ട് വരിക. യേശുവിന്റെ സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിയുവാൻ നമുക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാൻ, അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആ ഫുൾനെസ്സിലേക്ക് നമ്മൾ നടന്നെടുക്കുക. എങ്ങനെയാ? ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, സ്നേഹമാകുന്ന ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക്, അവന്റെ ആ സ്നേഹത്തിൽ നമ്മൾ ഡിസോൾവ് ആകുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയായിത്തീരും. 20-ാം വാക്യം, നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അബ്രാഹത്തിന്റെ സന്തതിയായ ദൈവത്തിന്റെ അവകാശിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു വ്യക്തി, വീണ്ടെടുക്കപ്പെട്ട വ്യക്തി,
നമ്മളെ വീണ്ടെടുത്തവന്റെ സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇവിടെ എഴുതപ്പെട്ടിരിക്കുക 20-ാം വാക്യത്തിൽ, നമ്മിൽ ഒരു വലിയ ശക്തി പ്രവർത്തിക്കുന്നു. ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴേ ഉള്ളിന്റെ ഉള്ളിൽ ഈ ശക്തി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നു. ഇന്ന് ദൈവം തന്നിരിക്കുന്ന യൂണിഫോമിന്റെ പവർ ഒന്ന് കണ്ടേ. ഇട്ടേക്കുന്ന യൂണിഫോമിന്റെ പവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. നീ രോഗികളുടെ മേൽ കരം വെക്കുമ്പോൾ നീ അല്ല കരം വെക്കുന്നത്, നീ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിന്റെ കരങ്ങളാണ് രോഗികളുടെ മേൽ വരുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശബ്ദമാണ്, പക്ഷെ ക്രിസ്തുവിന്റെ ശബ്ദം. ക്രിസ്തുവാണ് നിന്നിലൂടെ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തുവാണ് നിന്നിലൂടെ ശുശ്രൂഷിക്കുന്നത്, ക്രിസ്തുവാണ് നിന്നിലൂടെ റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ഇറങ്ങിയ റിയൽ ഐഡന്റിറ്റിയുടെ പവറാണ് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. നമുക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചവനെ നമ്മൾ ഒതുക്കി നിർത്തരുത്. അവൻ അസാധ്യമായതൊന്നുമില്ല. കുരുട്ടുകണ്ണുകളെ തുറന്നവൻ, മരിച്ച് ചീഞ്ഞളിഞ്ഞ ലാസറിന്റെ ശരീരത്തെ ഉയർപ്പിച്ചവൻ, കുരുടന് സൗഖ്യം കൊടുത്തവൻ, ചെകിടന് കേൾവിശക്തി കൊടുത്തവൻ, മുടന്തനെ സൗഖ്യമാക്കിയവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, അതേ സൗഖ്യമാക്കി യേശുവിന്റെ അപരിമേയമായ ശക്തി, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ശക്തി ഇന്ന് നിന്റെ ഉള്ളിലും വസിക്കുന്നു, നിന്നിലൂടെ അത് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നീ അബ്രാഹത്തിന്റെ സന്തതിയെ വാഗ്ദത്ത പ്രകാരം അവകാശിയായി തീർന്ന വ്യക്തിയാ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നു. കാരണം ഇത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞ ട്രൂത്താണ്, സത്യമാണ്. പല ഫാക്റ്റുകളും കാണും കയ്യിൽ റിപ്പോർട്ടുകളായിട്ട്. ആ ഫാക്റ്റിന് മുകളിൽ നിൽക്കുന്ന റിയാലിറ്റി, ഫാക്റ്റിന് മുകളിൽ നിൽക്കുന്ന ആ ഇറ്റേണൽ ആയിട്ടുള്ള ട്രൂത്ത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വാക്യങ്ങൾ വായിക്കാം. 26 മുതലുള്ള വാക്യം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇന്ന് എല്ലാ ഇടുക്കങ്ങളും പൊട്ടട്ടെ, ആ ചങ്ങലകൾ പൊട്ടട്ടെ, ആ ദാരിദ്ര്യ മനോഭാവം പൊട്ടട്ടെ, ഇത് ഞാൻ വഹിക്കേണ്ടതാണെന്നുള്ള ചിന്താഗതി പൊട്ടട്ടെ. യേശു നിന്റെ രോഗങ്ങളെ വഹിച്ചതാ, നമ്മുടെ ബന്ധനങ്ങളെ കുരിശിലെ ബലിയിലൂടെ അവൻ അതിന്റെ മേൽ വിടുതൽ അയച്ചിരിക്കുന്നു. യഥാർത്ഥ വിടുതൽ യേശുവിന്റെ കുരിശുബലി സമയത്ത് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ വലിയൊരു നിറവ്, പരിശുദ്ധ കുർബാനയുടെ നിറവ് നമ്മളായിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെ അപ്പാ അവിടുന്ന് ചേർത്ത് പിടിച്ചതിനെ ഓർ നന്ദി പറയും. ഇന്നത്തെ ഈ മീറ്റിങ്ങില് അവിടുത്തെ സാന്നിധ്യം, ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്നു നിന്ന, ഏദനിൽ വെളിപ്പെട്ട, ഏദൻ തോട്ടത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന അഭിഷേകം ഇന്ന് ഞങ്ങളെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിമോചിപ്പിച്ച് പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക്, ഈശോയോട് ചേർന്നുള്ള ആ ജീവിതത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ ആനയിച്ചിരിക്കുന്നുണ്ട്. ആ റിയൽ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ഞങ്ങൾ ധരിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ മുൻപോട്ട് പോകുവാൻ കർത്താവെ, ആ ഒരു ഉറപ്പ് ഇന്ന് ഞങ്ങളെല്ലാവരുടെയും ഉള്ളിൽ അങ്ങ് കത്തിപ്പടരട്ടെ. വിവിധ സ്ഥലങ്ങളിൽ അത് വ്യാപരിക്കും. വലിയൊരു ഉറപ്പ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാശ്വാസം. ഈ ഹൃദയത്തിന് ഈ ഭാഗത്ത് ഇപ്പൊ അനുഭവിക്കാൻ പറ്റും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാശ്വാസം ഈശോയ്ക്ക് മാത്രം തരുവാൻ കഴിയുന്നു വലിയ സമാശ്വാസം ഇന്ന് ഞങ്ങളിൽ നിറയപ്പെടുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. താങ്ക് യു ജീസസ്. Blessed be the name of the Lord. God bless you all. Thank you so much. കർത്താവിന്റെ ഭയങ്കരമായ സാന്നിധ്യം നമ്മളോടൊപ്പം ഇറങ്ങി നിൽക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ ഡോക്ടറുകൾ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടറുകൾ പ്ലീസ്. കർത്താവിൽ നമ്മൾ പരിപൂർണരാണ്. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സകല പരിപൂർണതയും ദേഹരൂപമായി യേശു ക്രിസ്തുവിൽ വസിക്കുന്നു. അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. അതാണ് അതിന്റെ ഫാക്ട്. അപ്പോ ലോകത്തിലെവിന്റെയും ദൈവരാജ്യത്തിന്റെയും വ്യത്യാസം, ലോകത്തിൽ നമ്മൾ താഴേന്ന് മേളിലോട്ട് ഏൺ ചെയ്ത് ടോപ്പിലേക്ക് എത്തുന്നു. എന്നാൽ ദൈവരാജ്യത്ത് നേരെ തിരിച്ച പൂർണ്ണതയിൽ കൊണ്ട് ദൈവം വെച്ചിരിക്കുക.
അത് ക്രിസ്തു അതിന്റെ പൂർണ്ണത. അപ്പൊ ഞാൻ എന്തുമാത്രം എൻ്റെ ഉള്ളിൽ വന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങളും വളരുന്നോ അതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആ പൂർണ്ണത വെളിപ്പെട്ട് വരും. അതുകൊണ്ടാണ് 2 Corinthians 3:18 പറയുന്നത്, അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും. ദ മോർ യു ബിഹോൾഡ് ഹിം, അതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മളെ കൊണ്ടിരുന്നത്. അപ്പൊ പൂർണ്ണത എന്താന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് പൂർണ്ണത. ആ പൂർണ്ണത നടക്കാൻ നമ്മുടെ പരിശീലനമായത്. ആ പരിശീലനത്തിന്റെ ആദ്യത്തെ പടിയാണ് ബ്രദർ അനീഷ് പറഞ്ഞത്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ ധരിക്കുക. അപ്പോ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഫീലിങ്സ് വരുന്ന ഉടനെ മനസ്സിലാക്കണം അത് പഴയ ചിന്താഗതിയാണ്, പഴയ മനുഷ്യനാണ്, അത് മരിച്ചു. That man is dead. That old man is dead. I am a new creation. All the old things are passed away. Behold, all things have become new. പഴയതെല്ലാം നീങ്ങിപ്പോയി, എല്ലാം പുതിയതായി. അത് യേശു ദൈവത്താൽ സംഭവിച്ചു. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് തിരിച്ചു വരണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിക്കണം. ആ പുതിയ മനുഷ്യനെ ദൈവാനുരൂപത്തിലും നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഉള്ളിൽ വന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനം, ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഞാൻ വർദ്ധിക്കുന്തോറുമാണ് ആ പുതിയ മനുഷ്യന്റെ സ്വഭാവവും പുതിയ മനുഷ്യന്റെ ക്യാരക്ടറും പുതിയ മനുഷ്യന്റെ നേച്ചറും എന്നിലൂടെ പുറത്തു വരും. അതൊരു ട്രെയിനിങ് ആണ്, ഒരു പ്രോസസ്സാണ്. അതെല്ലാവർക്കും അതിൽ കൂടെ പോയേക്കുള്ളൂ. ദൈവം ഒരു മജീഷ്യൻ അല്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അത് ഓൾ ഓഫ് എ സഡൻ ഒരു ചേഞ്ച് വരുന്നോ. എന്തുകൊണ്ടാ ദൈവം ഒരു പ്രോസസ്സിൽ കൂടെ എന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, only when you go through the process, only that process will make you rich. കാരണം ആ ഒരു പ്രോസസ്സിൽ കൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നതിന് എന്തിനാന്ന് ചോദിച്ചാൽ, ആ ഓരോ ദൈവത്തിന്റെ സ്വഭാവത്തിലോ ദൈവത്തിന്റെ നേച്ചറിനോ ക്യാരക്ടറിനോ ദൈവം വെളിപ്പെടുത്തി തരുന്നതിനകത്ത് അത് എന്റേതായി മാറണം, അതിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണം, ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിലനിൽക്കുകയും വേണം. അപ്പൊ ഇതാണ് ആ പ്രോസസ്സ്. അപ്പൊ ഉരിഞ്ഞു കളയുക, ധരിക്കുവിൻ. ഇന്ന് നിങ്ങൾ ധരിച്ചിരിക്കുക, അത് അകത്തെ മനുഷ്യനാണ്. പക്ഷെ ഏത് സാഹചര്യത്തെയും ഇന്ന് ഏത് വിഷയത്തെയും ആദ്യം നമ്മൾ അകത്തെ മനുഷ്യനെ കൂടെ കാണുവാനും പ്രോസസ് ചെയ്യുവാനുമുള്ള ഒരു ട്രെയിനിങ്ങിലേക്ക് പരിശുദ്ധാത്മാവിൽ നമ്മളെ കൊണ്ടുവരിക. സാധാരണ നമ്മൾ എന്ത് വിഷയം വന്നാലും നമ്മൾ പുറത്തെ കണ്ണുകൊണ്ട്, അതല്ല അകത്തെ കണ്ണുകൊണ്ട് കാണാൻ. കാരണം യേശു എങ്ങനെ ഈ സാഹചര്യത്തിൽ എന്നോട് എൻ്റെ ഉള്ളിലിരിക്കുന്ന യേശുവിന്റെ കണ്ണിൽ കൂടെ ഞാൻ എങ്ങനെ കാണും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ യു ആർ തിങ്കിങ് അക്കോർഡിംഗ് ടു ദ ന്യൂ ആൻഡ് നോട്ട് ദി ഓൾഡ്. കാരണം ദൈവം, പിതാവായ ദൈവം ഇന്ന് ചെയ്യുന്നത് എല്ലാം പുതിയ മനുഷ്യനിലേക്കാണ്, പഴയതില്ല. കാരണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പഴയ മനുഷ്യനെ മരിച്ചു അടക്കി. ഇന്ന് നിങ്ങൾ യേശുവിൽ ഒരു പുതിയ സൃഷ്ടി. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യണം. കാരണം എൻ്റെ എല്ലാം ലോകപ്രകാരമുള്ള ചിന്തകളും വഴികളുമാണ് നമ്മൾ മൈൻഡ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചത്. അതിനെ മാറ്റി ഈ ഒരു ട്രെയിനിങ്ങിലേക്ക്, ഈ ഒരു പ്രോസസ്സിലേക്ക് കൂടെ ഞാനും നിങ്ങളും മുന്നോട്ട് പോകണം. അതിന് നമ്മളെ വെച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിലാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ നമ്മളെ വെച്ചിരിക്കുന്നത്. കാരണം പിതാവ് യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ എന്നെ നിങ്ങളെ ഇന്ന് സ്നേഹിക്കുന്നു. കാരണം ക്രിസ്തുവിൽ കൂടെ പിതാവ് നമ്മളെ കാണുന്നു. അപ്പൊ പിതാവ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരും ഇന്നിരിക്കുന്ന 112 ഫാമിലി കുടുംബത്തിനെ നോക്കുമ്പോൾ നിങ്ങൾ ഒരു കുറവും പിതാവ് കാണുന്നില്ല. കാരണം ക്രിസ്തുവിൽ തികഞ്ഞ പരിപൂർണതയിലാണ് കാണുന്നത്. സോ ഹി ഓൾവേസ് സീസ് യു ആസ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എങ്ങനെ നമ്മൾ ആയിത്തീരുന്നു അതാ ദൈവം കാണുന്നത്. എന്നിട്ട് അതിനെ നോക്കിക്കൊണ്ടാണ് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത്. എന്തിന്? ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ ആരാ, അതിൽ നിന്ന് ഞാൻ ആരായിത്തീരും, ആ ഗ്യാപ്പാണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ, ദൈവരാജ്യത്തിന്റെ യാത്രയിൽ ഈ ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാണ്. അതാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ക്രിസ്തുവുള്ള വ്യക്തിത്വം വർദ്ധിക്കുക. I think that is sufficient in short.